പ്രിയദൈവം മാത്രമായിരിക്കട്ടെ. എല്ലാവരും വളരെയധികം ക്ഷീണിച്ചിരിക്കാൻ എനിക്കറിയാം. കുർബാന കഴിഞ്ഞ് ഇത്രയും സമയം എടുത്തു. ആദ്യം തന്നെ ഈ ഒരു ദേവാലയത്തിലേക്ക് വരാൻ ദൈവം തന്ന അനുഗ്രഹത്തെ ഓർത്ത് നന്ദിയോട് ചോദിക്കുന്നു. സിഗ്നേച്ചർ പല പ്രാവശ്യം പറഞ്ഞെങ്കിലും ദൈവം ഇന്നാണ് എന്നെ ഇവിടെ കൊണ്ടുവരാനായിട്ട് അവസരം എനിക്ക് വേണ്ടി തന്നെ തന്നത്. അപ്പോൾ ആദ്യം തന്നെ പുറത്തിരിക്കുന്ന എല്ലാവരോടും നന്ദി ഞാൻ പറയാം. നമ്മുടെ എല്ലാവരുടെയും മൊബൈലിൽ ബാറ്ററി തീരുമ്പോൾ നമ്മളെന്താ ചെയ്യാം? ചാർജ് ചെയ്യും. എന്ന് പറഞ്ഞാൽ നമ്മളാണ് മനുഷ്യരുടെ ചാർജ് ഇച്ചിരി ഡിമ്മായിരിക്കുന്ന സമയത്ത് കുറച്ച് ചാർജ് ചെയ്യാൻ വേണ്ടിയാണ് ഇന്നത്തെ ക്ലാസ്സുകളൊക്കെ നമ്മൾ അച്ഛനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ചാർജ് വേണം എന്നുള്ളവരൊക്കെ ദയവായി പള്ളിയുടെ അടുത്തേക്ക് കടന്നിരിക്കുക. എന്നൊരു ചെറിയ ക്ലാസ് കുറച്ച് സമയം മാത്രം എടുക്കത്തുള്ളൂ. അധിക സമയം എടുത്തില്ല. നിങ്ങളെല്ലാവരും വിശപ്പിൻ്റെ വെളിയേറ്റ് നന്നായി കേൾക്കാം. എന്നാൽ വളരെ ചുരുക്കത്തിൽ മാത്രം കുറച്ച് കാര്യങ്ങൾ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെ ഒന്ന് ബ്രഷ് ചെയ്ത് ഒന്ന് ചാർജ് ചെയ്തിട്ട് മാത്രമായിട്ട് ഒന്ന് പോകുന്നതാണ് നിങ്ങളെ അറിയിക്കുക. ഇന്നത്തെ ക്ലാസ് ചേഞ്ച് ചെയ്യാനായിട്ട് എനിക്ക് വരാൻ പറ്റുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ ആദ്യമായിട്ട് ഞാൻ ചോദിക്കുന്ന ചോദ്യം, അടുത്തൊരു ആയുസ് ഉണ്ടെങ്കിൽ, അടുത്തതായിട്ടൊരു ജന്മം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായിട്ട് ജനിക്കാനാണ് ആഗ്രഹിക്കുന്നത്? മനുഷ്യനായിട്ടാണോ, മൃഗമായിട്ടാണോ, പക്ഷിയായിട്ടാണോ, അല്ലെ ചെറിയ വിരാണുക്കളായിട്ടാണോ? എന്തായിട്ട് ജനിക്കാനാണ് ആഗ്രഹിക്കുന്നത്? മനുഷ്യനായിട്ട് തന്നെ? മനുഷ്യനാണോ അതോ പക്ഷിയോ? പക്ഷി. ഓക്കെ, കുഞ്ഞുങ്ങൾക്ക് ചിലർക്ക് പക്ഷിയാണ്, ചിലർക്ക് മനുഷ്യനായിട്ട് ജനിക്കുന്നത്. അടുത്തൊരു ജന്മം ഉണ്ടെങ്കിൽ സ്ത്രീകളോടാണ് ചോദിക്കുന്നത്. നിങ്ങൾ സ്ത്രീയായിട്ട് തന്നെ ജനിക്കാനാണോ പുരുഷനായിട്ട് ജനിക്കാനാണോ ആഗ്രഹിക്കുന്നത്? സ്ത്രീ ആണോ ഉപയോഗിക്കുക? അടുത്ത ജന്മത്തിൽ സ്ത്രീ തന്നെയാണോ? കുട്ടികളോട് അടുത്ത ജന്മത്തിൽ നിങ്ങൾ പെൺകുട്ടിയാണോ ആൺകുട്ടിയാണോ? ആൺകുട്ടി. പെൺകുട്ടി. എല്ലാവർക്കും പെൺകുട്ടിയാണ്. ഞാൻ പുരുഷന്മാരാണ്. അടുത്ത ജന്മത്തിൽ നിങ്ങൾക്ക് ആണാണോ പെണ്ണാണോ? ആണ്. പെണ്ണാണോ? ആക്കില്ല. ഇല്ല. നിങ്ങളാക്കും എല്ലാവർക്കും ആണായിട്ട് തന്നെ ഉണ്ടാവും. ഞങ്ങൾ ചിലപ്പോഴൊക്കെ പറയാൻ അടുത്ത ജന്മത്തിന് ആണായിട്ടാണ് നിങ്ങളൊക്കെ പഠിപ്പിച്ചല്ലേ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പല പല പ്രതീക്ഷകളുണ്ട്. അടുത്ത ജന്മത്തിൽ ഒരേ ഭാര്യയെ തന്നെ മതി, എനിക്ക് എൻ്റെ ഭാര്യയെ തന്നെ മതി എന്നുള്ളതേ നോക്കാം. നോക്കുന്നില്ല. വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞു നോക്കുന്നില്ല. അടുത്ത ജന്മത്തിൽ എനിക്ക് അതേ ഭർത്താവിനെ തന്നെ മതി എന്നുള്ളത്. എന്തോ ഇവരെ കുറച്ച് പേരൊക്കെ കേൾക്കുന്നുണ്ട്. അടുത്ത ജന്മത്തിൽ അതേ ഭർത്താവിനെ തന്നെ മതി. അപ്പൊ ഞാൻ അവിടെ ക്ലാസ്സിൽ പോയി ചോദിച്ചപ്പോൾ എന്തുകൊണ്ട് അതേ ഭർത്താവിനെ തന്നെ മതി എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ ഉത്തരമാണ്, ഈ ഒരു ജന്മത്തിൽ തന്നെ ഒരു വിധത്തിലാണ് ഞാൻ ആളുടെ മര്യാദയാക്കി, ഇനി അടുത്ത ജന്മത്തിൽ വേറെ ആളെ മര്യാദയായിട്ടുള്ള അവസരം എനിക്ക് പറ്റുന്നത്. ഓക്കെ, അപ്പൊ സെയിം സ്പൗസിംഗ് തന്നെയാണ്. ഇവരില്ലാതെ ഞാൻ ചോദിച്ചാൽ, ഇപ്പൊ നിങ്ങളൊക്കെ ഇരിക്കുന്നതുകൊണ്ടാണ് കൈ പോയത്. നിങ്ങൾ എല്ലാവരും ചോദിച്ചാൽ എനിക്കതിന് ഭൂരിഭാഗം ആൾക്കാർ വേണ്ടെന്നേ പറയുള്ളൂ, തിരിച്ചു വന്നിട്ട് പറയാൻ സാധ്യത. ഓക്കെ, അടുത്ത ജന്മത്തിൽ ഇതേ കുട്ടികളെ തന്നെ ഞങ്ങൾക്ക് മതി എന്ന് പറയും. ഈ മക്കളെ തന്നെ മതി, അല്ലെ മറ്റേ ആൾക്കാരെ സെയിം മക്കളെ തന്നെ മതി. അടുത്ത ജന്മത്തിൽ ഞങ്ങൾക്ക് ഇതേ പപ്പായും മമ്മിയും തന്നെ മതി എന്നുള്ളവർ പൊക്കുന്നില്ല കേട്ടോ. പറയുന്നത് ഞങ്ങൾക്ക് ഇതേ പപ്പായും മമ്മിയും തന്നെ മതി. പൊക്കുന്നില്ല ചില മക്കൾ നോക്കിയേ. ഓക്കെ, ശരി. ഇതേ ഫാമിലി തന്നെ എനിക്ക് വളരണം. എനിക്ക് എൻ്റെ അപ്പുറത്തെ വീട്ടിലെ സുനിലേട്ടയുടെ മകനായിരിക്കണം, എൻ്റെ അടുത്ത വീട്ടിലെ ആളുകളായിരിക്കണം, അവിടുത്തെ ഫാമിലി എനിക്ക് വളരണം എന്നുള്ളവരുണ്ട്. ഇല്ല, അപ്പൊ നമുക്ക് കുറേയൊക്കെ ചില കാര്യങ്ങൾക്ക് നമുക്ക് ചില പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും, ചില സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിട്ടുണ്ടാവും. അപ്പൊ ഇതിനെയൊക്കെ എങ്ങനെ നമ്മൾ ക്രിസ്തുവിൽ നമുക്ക് ഒരുമിച്ച് എങ്ങനെ ഇനിയുള്ള ജീവിതം മുമ്പോട്ട് പോകാമെന്നെ പറ്റിയുള്ള ചെറിയൊരു ക്ലാസ്സിലേക്ക് പോകാം. അപ്പൊ അതിൽ തന്നെ വൺ ഫാമിലി ഇൻ ക്രൈസ്റ്റ് ആണ് ABCs of a family in Christ. ABC के എത്ര അക്ഷരമുണ്ട് മോനെ? ABC എത്ര അക്ഷരമുണ്ട്? ഇസഡ് വരട്ടെ, എത്ര അക്ഷരമുണ്ട്? നമ്പർ എത്രടാ? ABC എത്ര അക്ഷരമുണ്ട്? 20. ഞങ്ങൾ വിളിച്ചു പറഞ്ഞല്ലോ. ABC എത്ര അക്ഷരമുണ്ട്? ABC 4 അക്ഷരം വിളിച്ചു. കോമൺ സെൻസ് ഒന്ന് പറയാൻ വേണ്ടി. അപ്പൊ A to Z, A തൊട്ട് Z വരെയുള്ള 26 കറക്റ്റ് ആയിട്ടോ. 26 ആൽഫബറ്റ് ആണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. ഒരു ജീവിതത്തിൽ, ഇനിയുള്ള മുമ്പോട്ടുള്ള ജീവിതത്തിലും കഴിഞ്ഞു പോയ ജീവിതത്തിലും നമ്മളുണ്ടായ ചില വീഴ്ചകളൊക്കെ എങ്ങനെ ശരിയാക്കി ദൈവത്തിനോട് കൂടെ ചേർന്ന് മുമ്പോട്ട് പോകാമെന്നാണ്. അപ്പൊ ആദ്യത്തേത് A ആണ്. A ഫോർ അക്സെപ്റ്റൻസ്. ആദ്യമേ വേണ്ടത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, നിങ്ങളുടേതായ ഭാര്യ, ഭർത്താവ്, അപ്പൻ, അമ്മ, ഇവരെയൊക്കെ നമ്മൾ ഓൾറെഡി അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു അല്ലെ. എന്നൊക്കെ അവർക്ക് കുറവുണ്ടോ ആ കുറവിനോടെ നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു.
എൻ്റെ ഭർത്താവ് ഇങ്ങനെ ആയിരിക്കണം, എൻ്റെ ഭാര്യ ഇങ്ങനെ ആയിരിക്കണം, എൻ്റെ മക്കൾ ഇങ്ങനെ ആയിരിക്കണം, നമുക്കൊക്കെ സ്വപ്നങ്ങളുണ്ടായിരുന്നു. പക്ഷെ പലപ്പോഴും ആ സ്വപ്നത്തോടെ ചേർന്ന് പോകാത്ത ചില സിറ്റുവേഷൻ ഉണ്ടായപ്പോൾ നമ്മളതിനെ അഡ്ജസ്റ്റ് ചെയ്ത് മുമ്പോട്ട് പോവുകയാണ്. ഇവിടെ കല്യാണം കഴിക്കാത്ത മക്കളാരുണ്ടോ? കല്യാണം കഴിക്കാൻ പോകുന്ന ആൾക്കാർ ഉണ്ട്. വരാമോ? അച്ഛൻ എന്ന് പറഞ്ഞാൽ എല്ലാ കാറ്റഗറിയോടെ ക്ലാസ്സിൽ പ്രാവശ്യം ഒരു പേരെന്താ നിഖിൽ. നിഖിലിന്റെ ഭാവിയിൽ ഒരു വധുവിനെ പറ്റിയുള്ള സങ്കല്പം പറയാം. ഓക്കെ, അപ്പൊ നമ്മുടെ സങ്കല്പങ്ങൾ പലതായിരുന്നായിരിക്കാം, പക്ഷെ നമുക്ക് ഇത് പലതായിരിക്കാം. ഞാൻ നമ്മുടെ പ്രീമായിട്ട് കൗൺസിലിംഗ് പറയും, നമ്മുടെ സങ്കല്പത്തിൽ കുറേ സങ്കല്പങ്ങൾ നമ്മുടെ പിള്ളേർ പറയാറുണ്ട്. അപ്പൊ നമ്മുടെ ആഗ്രഹത്തിൽ നമ്മുടെ ഭർത്താവിനെ കണ്ട പൃഥ്വിരാജിനെ പോലെ ഇരിക്കണം, ഭാര്യയെ കണ്ട നയൻതാരെ പോലെ ഐശ്വര്യയെ പോലെ ഇരിക്കട്ടെ നമ്മൾ ആഗ്രഹിച്ചു. പക്ഷെ കിട്ടിയത് ചിലപ്പോൾ റോഹിണി കൃഷ്ണനെയോ ചിലപ്പോൾ ഒരു ഫിലോമിനെയൊക്കെ ആയിരിക്കാം കിട്ടിയത്. പക്ഷെ ആ വ്യക്തി എങ്ങനെയായിരിക്കുന്നോ ആ രീതി നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം. നമ്മുടെ കുടുംബജീവിതത്തിലും നമ്മൾ ആയിരിക്കുന്ന സിറ്റുവേഷൻ. അപ്പൊ നിങ്ങൾക്കറിയാം, നിങ്ങൾ ഏകദേശം ഇത്രയും പ്രായമെത്തി ജീവിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കുറേ അക്സെപ്റ്റൻസും കുറേ സന്തോഷങ്ങളും സങ്കടങ്ങളും ഒക്കെ ഉണ്ടായപ്പോൾ അതിന് ചേർന്ന് ദൈവത്തോട് ചേർന്ന് നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കണം. ഇനിയുള്ള മുമ്പോട്ടുള്ള യാത്രയിൽ ഈ അക്സെപ്റ്റൻസ് മുറുകെ പിടിച്ച് തന്നെ മുമ്പോട്ട് പോകാനായിട്ട് നമുക്ക് പറ്റണം. രണ്ടാമത്തെ അക്സെപ്റ്റാണ് ബി. ഇതിന്റെ ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ഒരു സ്ത്രീയുടെയും പുരുഷന്റെയും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ പലപ്പോഴും അറിയാം. ഈ ആണുങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. സൈക്കോളജി പറയുന്നത് ആണുങ്ങളുടെ ഒരു വീക്ഷണം എന്ന് പറയുന്നത് കുഴൽ വീക്ഷണം എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഒരു സ്ഥാനത്തിലേക്ക് ഒരു പ്രാവശ്യം കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പത്രം വായിക്കുവാണെങ്കിൽ പത്രം വായിക്കുന്നതായിട്ട് മാത്രമേ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കുറേ വന്ന് ഭാര്യ ഇന്നത്തെ ഗ്യാസിൽ അരയ്ക്കണം, അല്ലെങ്കിൽ നമുക്ക് വേറെ സാധനം വേണം എന്ന് പറഞ്ഞാൽ അതൊന്നും കേൾക്കില്ല, എല്ലാം മൂളി കേൾക്കത്തില്ല. പിന്നെ നമ്മൾ പിന്നീട് ചോദിക്കുമ്പോൾ എപ്പോഴാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്? അപ്പൊ ആണുങ്ങളുടെ പ്രത്യേകത കുഴൽ വീക്ഷണമാണ്. പക്ഷേ സ്ത്രീകളെ സംബന്ധിച്ച് അവർക്ക് ചുറ്റുപാടുമുള്ള ആണുങ്ങളെ കാണാൻ പറ്റും. അടുത്തൊരു സ്ലൈഡിനകത്ത് കാണാൻ പറ്റും. അടുത്തൊരു സ്ലൈഡിൽ നമുക്ക് അറിയാൻ പറ്റുന്നതാണ്, ഇപ്പോൾ ആണ് ഒരു സ്ഥലത്തേക്ക് നോക്കുവാണ്, അവിടെ കുറച്ച് പട്ടിയുണ്ട്, പൂച്ചയുണ്ട്, അല്ലെങ്കിൽ കുറെ കൃഷിലതാദികളൊക്കെ ഉണ്ടെങ്കിൽ അവര് ഒരു പട്ടിയെ നോക്കുവാണെങ്കിൽ പട്ടിയെ മാത്രം അവർക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു സ്ത്രീയെ സംബന്ധിച്ച് പട്ടി മാത്രമല്ല, അവിടെയുള്ള എല്ലാ സാധനങ്ങൾക്കും അവർക്ക് മനസ്സിലാക്കാൻ പറ്റും, കണ്ടുപിടിക്കാം. അപ്പൊ അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് വ്യത്യസ്തമായ രീതിയിൽ അവരെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ആദ്യം പഠിക്കുന്നത്. അതാണ് ആദ്യം പറഞ്ഞത്. അടുത്ത ബി ഫോർ ബിലീവ്. വിശ്വാസം അതിന്റെ എല്ലാം. നമ്മളൊരു ക്യാപ്ഷനാണ്, ദ മോസ്റ്റ് ഹാപ്പി മാരേജ് ഐ ക്യാൻ ഇമാജിൻ ടു മൈസെൽഫ് വുഡ് ബി ദി യൂണിയൻ ഓഫ് എ ഡെഫ് മാൻ ടു എ ബ്ലൈൻഡ് വിമൻ. കണ്ണു കാണാത്ത ഒരു സ്ത്രീയും ചെവി കേൾക്കാൻ പറ്റാത്ത പുരുഷൻ തമ്മിൽ വിവാഹം കഴിക്കുന്നതാണ് ഏറ്റവും മഹത്തരമായ കല്യാണം അല്ലെങ്കിൽ വിവാഹം എന്ന് പറയും. എന്തുകൊണ്ടാണ് പറയുന്നത്? എന്തുകൊണ്ടായിരിക്കാം? പാപമില്ല, ശരിയാ, മിണ്ടാതിരുന്നതിനോട് അധികം പാപം ചെയ്തിട്ടില്ല. രണ്ടുപേരും കൂടുമ്പോഴാണ് വിവാഹ ജീവിതം മാത്രമായി മാറുന്നത്. ചെവി കേൾക്കാത്ത ആൾ, കണ്ണു കാണാത്ത സ്ത്രീ. വെരി ഗുഡ്. അങ്ങോട്ടും ഇങ്ങോട്ടും അവർ കുറവുകളെ നിറവുകളാക്കി മാറ്റാനായിട്ട് പറ്റണം. കൂടാതെ ചില കാര്യങ്ങളെ കണ്ടില്ലാന്നും ചില കാര്യങ്ങളെ കേട്ടില്ലാന്നും കാണിക്കാൻ പറ്റണം. ചില സമയത്ത് നമ്മുടെ പ്രൊഫഷണൽ ലൈഫിലാണെങ്കിലും കുടുംബജീവിതത്തിലാണെങ്കിലും ചില പ്രശ്നങ്ങളുണ്ടാവും, വഴക്കുകളുണ്ടാവും. ഒക്കെ നമ്മൾ പറഞ്ഞ കാര്യമുണ്ട്, ഒരു തങ്കവാക്യം ജീവിതത്തിൽ നിലനിർത്താൻ പറയും. ആരെങ്കിലും നമ്മളോട് അധികമായിട്ട് വഴക്കുണ്ടാക്കിയോ പ്രശ്നം ഉണ്ടാക്കി ചെയ്യുമ്പോൾ ഈ തങ്കവാക്യം നിങ്ങളെല്ലാം മനസ്സിലുണ്ടാകുന്നതല്ല, ഭർത്താക്കന്മാരുടെയും ഭാര്യമാരുടെയും മക്കളുടെ ഒക്കെ ഉള്ളതല്ല. വിവരമില്ലാത്തവരും എല്ലാം പറഞ്ഞു വിചാരിച്ച് ബുദ്ധിയില്ലാതെ നിങ്ങളത് ക്ഷമിക്കുക. അല്ലേ? കേൾക്കുമ്പോൾ ഭയങ്കര ലൈറ്റ് ആയിട്ട് അല്ലേ? ഭർത്താവ് വരും എല്ലാവരും മനുഷ്യത്തിൽ പറഞ്ഞു ബുദ്ധിയോടെ ഞാൻ ക്ഷമിച്ചേക്കാൻ തന്നെ വിചാരിക്കും. നമുക്ക് പല കാര്യങ്ങളും നമുക്ക് മറക്കാൻ പറ്റും. അപ്പൊ ആദ്യമേ വേണ്ട കാര്യം വിശ്വാസമാണ്, പരസ്പരമുള്ള വിശ്വാസം. ഈ വിശ്വാസം നമുക്ക് ഒരു കുടുംബജീവിതം തുടങ്ങുമ്പോൾ തന്നെ അല്ലെങ്കിൽ മുമ്പോട്ടുള്ള കാലങ്ങളൊക്കെ നിങ്ങളുടെ ഭാര്യയ്ക്കും ഭർത്താവിൻ്റെ വിശ്വാസം ഓട്ടോമാറ്റിക്കലി വരണം. ഞാനൊരു 100 നിങ്ങളുടെ ഭാര്യയ്ക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയോട് വിശ്വാസം എത്ര മാർക്ക് കൊടുക്കും? എത്ര മാർക്ക് കൊടുക്കാൻ പറ്റും? നീ 300 കൊടുത്തോ? ഓക്കെ,
15? ഓക്കെ. സാർ ഒന്ന് പറയാം. സ്വന്തം ഭാര്യയ്ക്ക് 100% ഇവിടെ ഭാര്യ ഉണ്ടോ? നിങ്ങളുടെ ഭാര്യ ഉണ്ടോ? ഇല്ല. ധൈര്യം പറഞ്ഞു ഇല്ല ഇല്ല എന്ന് പറയാം. 100 ഇപ്പൊ ചോദിച്ചായിരുന്നല്ലോ 100 മാത്രമേ പറയുള്ളൂ, അത് വീട്ടിൽ ചെല്ലുന്ന എനിക്കറിയാം. സോ നമുക്കൊരു വിശ്വാസം വളർത്തും. എന്തുകൊണ്ട് എങ്ങനെ ഈ വിശ്വാസം വളർത്തിയെടുക്കാൻ പറ്റും? നമുക്ക് എങ്ങനെ വിശ്വാസം വളർത്തിയെടുക്കാൻ പറ്റും പരസ്പരം? എങ്ങനെ? ഒന്നാമത്തെ കാര്യം നമ്മൾ പ്രാർത്ഥനയിലൂടെ നമ്മൾ കുറച്ചുകൂടെ ഓപ്പൺ ആയിട്ട് സംസാരിക്കും അല്ലേ? ട്രാൻസ്പെറന്റ് ആകുമ്പോഴാണ് നമുക്ക് പരസ്പരം ഒരു കുടുംബജീവിതത്തിലാണെങ്കിലും കുഞ്ഞുങ്ങളുടെ ഇടയ്ക്കാണെങ്കിലും നമുക്ക് വിശ്വാസം വളർത്തിയെടുക്കാൻ പറ്റും. ഇപ്പൊ ക്രിസ്തുവിൽ നമ്മൾ അടിയുറച്ച വിശ്വാസത്തിൽ നമ്മൾ പരസ്പരം വിശ്വസിക്കാനായിട്ട് പറ്റണം. അതിലൊന്നാണ് ട്രാൻസ്പെറന്റ് ആവുന്നത്. ഇപ്പൊ സപ്പോസ് ഒരു എക്സാമ്പിൾ, നമ്മുടെ മൊബൈലിൽ ചില പാറ്റേൺസ് ഉണ്ട്, നമ്പർ ബ്ലോക്സ് ഉണ്ട്, ചില പാറ്റേൺസ് ബ്ലോക്ക് ചെയ്യാറുണ്ട്. ഇതേ പാറ്റേൺ നമ്പർ ഭാര്യയ്ക്ക് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഭാര്യ മനസ്സിലുണ്ടാവും സംശയം അല്ലേ? തിരിച്ച് ഭാര്യയുടെ മൊബൈൽ തന്നെയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാത്തൊരു കാര്യം ഓട്ടോമാറ്റിക്കലി ഒരു ചെറിയ സംശയം രൂപീകരിക്കും. വെറുതെ ഒരു ചെറിയ ആവശ്യമില്ലാത്ത പരിപാടി എങ്കിലും അവിടെ ഒരു സംശയം ഉണ്ട്. അപ്പോൾ നമ്മളെല്ലാ കാര്യങ്ങളും ട്രാൻസ്പെറന്റ് ആയിരിക്കണം. മക്കളോടാണെങ്കിലും നമ്മുടെ കുടുംബത്തിൽ ഫാമിലി പരസ്പരമാണെങ്കിലും ഒരു ട്രാൻസ്പെറൻസി ഇല്ലാത്തതുകൊണ്ടാണ്. അത് ഓപ്പണായിട്ട് സംസാരിച്ചാൽ മാത്രമേ കുഞ്ഞുങ്ങളും നമ്മളോട് ഓപ്പണായി സംസാരിക്കുള്ളൂ. ഞാൻ പലപ്പോഴും ഈ അഡോളസന്റ് ക്ലാസ്സിലൊക്കെ പോകുമ്പോൾ അവരോട് ചോദിക്കും, നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു ആരാ ചോദിക്കും? പൊതുവെ ആരായിരിക്കും പറയുക? അഡോളസന്റ് ഏജ് ഗ്രൂപ്പിന്റെ ഏറ്റവും വലിയ ശത്രു ആരൊക്കെ? കറക്റ്റാണ്, അമ്മ. എൻ്റെ അമ്മയാണ് എൻ്റെ ഏറ്റവും വലിയ ശത്രു. അപ്പോൾ ഞാൻ എന്തിനാ അമ്മ ശത്രുവാകാൻ? കാരണം അമ്മ ഇല്ലാത്ത റെസ്ട്രിക്ഷൻ ഇല്ലല്ലോ. അങ്ങോട്ട് പോകാൻ പാടില്ല, ഇങ്ങോട്ട് നോക്കാൻ പാടില്ല, ഫോൺ തുടങ്ങുമ്പോഴത്തേക്ക് എപ്പോഴും ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാത്തിലും അമ്മമാരാണ് കുറേ നാളുകൾ ശല്യം ചെയ്തിരുന്നത്. അപ്പോൾ അമ്മയെ ഇഷ്ടമില്ല. അപ്പോൾ ഇത് ഓപ്പൺ അല്ലെങ്കിൽ തുറന്നായ സ്ഥലങ്ങളോട് സംസാരിക്കാൻ പറ്റാത്ത ചില സാഹചര്യങ്ങളുണ്ടാവും. നമ്മളോടുള്ള വിശ്വാസം അവർക്ക് പോയി നമ്മളെല്ലാത്തിലും സംശയത്തോടെ നോക്കാം. നിങ്ങളെല്ലാവരും ഇപ്പോഴത്തെ കാലത്ത് സംശയത്തോടെ നോക്കാം. അതെ, സംശയമാണ്, പല കാര്യങ്ങളും സംശയമാണ്. അപ്പോൾ അവർക്ക് നമ്മളോടുള്ള ബന്ധം ഇല്ലായ്മപ്പെട്ട് പോയിരുന്നില്ല. നമ്മളൊരു വിശ്വാസം വളർത്തുന്ന ദൈവത്തിൽ അടിയൊളിച്ചുള്ള വിശ്വാസം നമ്മുടെ കുടുംബജീവിതത്തിലുണ്ടാവും. പല പ്രശ്നങ്ങളും നമുക്ക് ഇല്ലായ്മ ചെയ്യാൻ പറ്റും. അടുത്ത ആൽഫബറ്റാണ് സി, കൺഫൈഡിങ്. വിശ്വസ്തരായിരിക്കും. നമ്മൾ ദൈവത്തോടും നമ്മുടെ സഹപ്രവർത്തകരോടും നമ്മുടെ സഹജീവികളോടും വിശ്വസ്തത പുലർത്തുന്നതാണ്. അപ്പോൾ നമുക്കറിയാം പല സ്ഥലങ്ങളിലും ഇപ്പം നമ്മുടെ ഓഫീസുകളാണെങ്കിലും പബ്ലിക് ഏരിയയിലൊക്കെ ഈ നമ്മൾ പലപ്പോഴും നല്ല മനുഷ്യനായിട്ട് ജീവിക്കാൻ ശ്രമിക്കും. പ്രത്യേകിച്ച് CCTV ക്യാമറ ഉണ്ടെങ്കിൽ, കാരണം എല്ലാം അതിനകത്ത് പറഞ്ഞെടുക്കുന്നത്. നമ്മുടെ ജീവിതത്തിലെല്ലാം നമുക്കൊരു CCTV ക്യാമറ ഉണ്ട്. ആരാ? ദൈവം. ദൈവം എന്നുള്ള CCTV ക്യാമറ തൊട്ട് പോലെ എപ്പോഴും നമ്മളുണ്ട്. പക്ഷെ നമ്മൾ പലർക്കും അറിയില്ല. നമ്മൾ മറ്റുള്ള CCTV ഫിസിക്കലായിട്ടുള്ള CCTV കണ്ടാൽ നമ്മൾ ചില നല്ല മനുഷ്യരായിരുന്നു. അപ്പോൾ കാണാണ്ട് ഇല്ലാത്ത സമയത്ത് അല്ലാത്ത സമയത്ത് നമ്മൾ പെരുമാറുന്ന രീതിയാണ് നമ്മുടെ കൃത്യമായ നമ്മുടെ സ്വഭാവം എന്ന് പറയുന്നത്. അപ്പോൾ മറ്റുള്ളവർക്ക് നമ്മൾ വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ പെരുമാറ്റങ്ങളോ ദൈവത്തോട് ചേർത്തിക്കുമ്പോൾ നമുക്ക് വേറെ തരത്തിലുള്ള ചിന്തകളോ പ്രവൃത്തികളോ ഇല്ലാതെ മാറുന്ന സിറ്റുവേഷനാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ വിശ്വസ്തരാണ്. ഈ അവരുടെ ഒരു കാര്യം പറഞ്ഞാൽ വിശ്വസ്തരാണ്. ഒരു കുഞ്ഞിനോട് സംസാരിച്ചാൽ അവർ വിശ്വസ്തയോടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്ന് മറ്റുള്ളവർക്ക് ബോധ്യമാകുന്ന രീതിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ അർത്ഥമുണ്ടാകും. ഇപ്പോൾ നമ്മൾ നമ്മുടെ മക്കളെയൊക്കെ പഠിപ്പിക്കും. ചിലപ്പോൾ ഒരാൾ വീട്ടിലേക്ക് വരിക, നമ്മളകത്തുണ്ട്, പക്ഷെ നമ്മൾ പറയും, എടാ മോനെ അവരോട് പറഞ്ഞേരെ ഞാനിവിടെ ഇല്ല എന്ന് പറഞ്ഞേക്കാൻ പറയും. നമ്മൾ അവരെ തന്നെ പഠിപ്പിച്ചു കൊടുക്കണം കള്ളത്തരം പറയും. അപ്പം നമ്മുടെ അവർക്ക് നമ്മളോടുള്ള വിശ്വാസം കൊടുക്കണം. പപ്പ എന്നോട് കള്ളത്തരം പറയാൻ പറഞ്ഞു, പക്ഷെ എന്നെ പഠിപ്പിച്ചിരിക്കുന്നത് കള്ളത്തരം പറയരുതെന്നാണ്. അപ്പോൾ നമ്മൾ ട്രസ്റ്റ് വർത്തി ആയിരിക്കണം നമ്മുടെ ജീവിതത്തിലും. നമ്മൾ ആയിരിക്കുന്ന ഏത് സ്ഥലത്താണ് ഇതുപോലെ. ഡി ഫോർ ഡൈവേഴ്സിറ്റി. നമ്മൾ വ്യത്യസ്തരാണ്. നമുക്കൊരു വ്യത്യസ്തത ഉണ്ടാവണം. അച്ഛൻ നേരത്തെ പറഞ്ഞ പോലെ ക്രിസ്ത്യാനികളായ നമുക്ക് ഒരു വ്യത്യസ്തത ഉണ്ടാവും. നമ്മൾ വീട്ടിൽ താമസിക്കുന്ന സ്ഥലത്ത് താമസിക്കുമ്പോൾ അവിടെ താമസിക്കുന്ന ക്രിസ്ത്യാനിയാണ് എന്ന് സന്തോഷത്തോടെ ആൾക്കാർക്ക് പറയാൻ പറ്റും. നമുക്കത് ചില നാട്ടിലൊക്കെ കാണാം, തൊട്ടടുത്ത് കള്ളുടിയതായിട്ട് ഒരു വീടുണ്ടെങ്കിൽ എല്ലാവരും അവിടെ ഒരു മോശമായ രീതിയിൽ താമസിക്കും അല്ലേ? അപ്പോൾ അതൊരു കളറുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ വീട്ടിൽ അല്ലെങ്കിൽ മയക്കുമരുന്ന് എടുക്കുകയാണെങ്കിൽ ഇവൻ ഒരു സൈക്കാട്രിക് പേഷ്യൻ്റാണെങ്കിൽ പോലും നമ്മളവരെ ഒരു ഐസൊലേറ്റ് ചെയ്യുന്ന സിറ്റുവേഷൻ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളൊക്കെ നമ്മൾ ക്രിസ്ത്യാനികളായിട്ട് ജീവിക്കുമ്പോൾ നമ്മൾ വ്യത്യസ്തരാണെന്ന് മറ്റുള്ളവർക്ക് ബോധ്യമുണ്ടാവണം. ആ വ്യത്യസ്തത അവർ നന്മ ചെയ്തത് അവർ ക്രിസ്ത്യാനിയാണ്, അതുകൊണ്ടാണ് നന്മ ചെയ്തത്. അല്ലെങ്കിൽ അവരൊരു ക്രിസ്ത്യാനിയാണ്, അതുകൊണ്ടാണ് നന്മ ചെയ്യാൻ അവർക്ക് പറ്റിയത്, അതുകൊണ്ടാണ് അവരെ കരുതിയത് എന്ന് തോന്നും. അപ്പോൾ ഒരു ക്രിസ്ത്യൻ ജീവിതമാണെങ്കിൽ, ക്രിസ്ത്യാനികളായ ആൾക്കാർ ജീവിക്കുന്നുണ്ടെങ്കിൽ ചുറ്റിനുള്ളവർക്കും അത് പ്രയോജനമുള്ളതായി മാറും. ഞങ്ങളുടെ സ്വന്തം നാട് കോട്ടയമാണ്. അവിടെ
അവിടെ അമ്മച്ചിയുണ്ട്. അമ്മച്ചി ആ വീട്ടിൽ എന്തുണ്ടാക്കിയാലും അടുത്തുള്ള ആളുകളെല്ലാം കുറച്ച് കൊടുക്കും. ആ വീട്ടിൽ എന്തുണ്ടായാലും മുറിച്ച് എല്ലാവർക്കും കൊടുക്കും. അപ്പോൾ നമ്മൾ അമ്മച്ചിയുടെ അടുത്ത് പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മളായിരിക്കുന്ന സ്ഥലങ്ങളിൽ നമ്മളൊരു ക്രിസ്തുവിൻ്റെ അനുയായികളായി ക്രിസ്ത്യനായി ജീവിക്കുമ്പോൾ നമുക്കൊരു വ്യത്യസ്തത ഉണ്ടാകും. വ്യത്യസ്തമായിട്ട് ഉള്ള ഒരു ജീവിതശൈലിയിൽ നമുക്കുണ്ടാകും. ഈ ഫോർ എനർജി. നിങ്ങൾ പറയുമ്പോൾ അച്ഛൻ നേരത്തെ പറഞ്ഞു 40 വയസ്സ് കഴിഞ്ഞു, 60 വയസ്സ് കഴിഞ്ഞു, നമുക്കൊക്കെ എനർജി ക്ഷയിച്ചു പോയതൊക്കെയാണ്. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു പ്രായം ഏതാണ്? ഇനി ഒരു അവസരം കിട്ടിയാൽ ഏത് പ്രായത്തിലേക്ക് പോകാനാണ് ഏറ്റവും ആഗ്രഹിക്കുന്നത്? കുട്ടിക്കാലാണ് ആഗ്രഹിക്കുന്നത്. മോനെ ഏത് പ്രായത്തിലേക്ക് പോകാൻ മോനെ ആഗ്രഹിക്കുന്നത്? മോനെ ഏതാ പ്രായത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നത്? കുട്ടിക്കാലമാണ് നമ്മുടെ എവിടെയും. ഈ കുട്ടിക്കാലത്തേക്ക് തിരിച്ചു പോകണം. കുറച്ച് പേരോ എനിക്ക് യുവത്വത്തിലേക്ക് പോകണം. 17, 16, 17. കുറച്ച് യുവത്വത്തിൻ്റെ ആഗ്രഹം എനിക്കൊരു 70 വയസ്സാണ് ഇഷ്ടം. ഒരാൾക്ക് 70 വയസ്സാണെന്നാണ് ഇഷ്ടം അല്ലേ? പഠിക്കണ്ടല്ലോ, അതുകൊണ്ടാണ്. അവിടെ ആൾക്ക് 7 വയസ്സുണ്ട്. ഇപ്പോൾ നമ്മൾ കുട്ടിക്കാലത്തായിരുന്നപ്പോൾ നമ്മൾ ചിന്തിച്ചിരുന്ന ഈ പപ്പായ്ക്കും മമ്മിക്ക് എന്തൊരു സുഖമാണ്, പഠിക്കുകയൊന്നും വേണ്ട, അല്ലേ? എങ്ങനെയൊന്നും പഠിത്തം വേണ്ടി പപ്പയും മമ്മിയെ പോലെ ആയാലും മതി, പഠിക്കുകയൊന്നും വേണ്ട. ഒരു പ്രായത്തിൽ നമ്മൾ ജോലിയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ നമ്മൾ ചിന്തിക്കുന്നില്ല, നമ്മൾ തിരിച്ച് ആ കുട്ടിക്കാലത്തേക്ക് തന്നെ പോയാൽ നമ്മൾ ആഗ്രഹിക്കാം. അപ്പോൾ നമ്മുടെ എനർജി ലെവൽ എന്നും ഒരുപോലെ ആയിരിക്കുന്നുണ്ട്. മനസ്സിൽ ഇപ്പോൾ നേരത്തെ കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോൾ പറയുന്നത് മനസ്സിൽ യുവത്വമുള്ളതെല്ലാം യുവതികളാണ്. എന്നും ഈ യുവത്വം കുടുംബജീവിതത്തിലാണ്, നമ്മുടെ പ്രവർത്തനങ്ങളിലാണ് ആ എനർജി എന്നും ഉണ്ടാകും. രാവിലെ പള്ളി വരാനായിട്ട് നമുക്ക് എനർജി ഉണ്ടാകും. എനർജി നമുക്ക് വെച്ച് കുറവാണ്. കാരണം നമ്മൾ ദൈവത്തിന് അറിയാം ഇത്രയും ദിവസം 6 ദിവസമൊക്കെ ജോലി ചെയ്താണ്, 4 ദിവസം ഇച്ചിരി റെസ്റ്റൊക്കെ ചെയ്യാൻ എനിക്ക് കിട്ടുന്ന അവസരം അല്ലേ? അപ്പോൾ നമുക്ക് ആ എനർജി എന്തുകൊണ്ടാണ്? ഇപ്പോൾ നമ്മളൊരു ജോലിക്ക് പോകുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് കൃത്യസമയത്ത് നമ്മൾ എത്തിക്കും. ബാക്കിയുള്ള സമയങ്ങൾ നമ്മൾ പലപ്പോഴും എക്സ്ക്യൂസ് പറയാൻ പറ്റുന്ന ഒരു സ്ഥലം നമുക്ക് ദൈവത്തോട് മാത്രമേ ശരിയാണ്, നമ്മുടെ സിറ്റുവേഷനുകളൊക്കെ ആയിരിക്കും. പക്ഷെ ഞാൻ പറഞ്ഞാൽ ഈ ഒരു എനർജി ലെവൽ നമ്മൾ കുഞ്ഞായിരുന്നപ്പോൾ തൊട്ട് വലുതാകുമ്പോൾ വരെ സെയിം എനർജി ലെവലിലേക്ക് മുമ്പോട്ടാണ്. വിവാഹത്തിന് ശേഷം വിവാഹത്തിനാണ് പറയുന്നത്. വിവാഹത്തിന് ഉള്ള സമയം, വിവാഹം കഴിഞ്ഞ ഉടനെ തന്നെ ഒരു എനർജി ലെവൽ, ഒരു സ്നേഹത്തിനും നമുക്കൊരു കാണാനും ഒക്കെ ഇഷ്ടമുള്ളൊരു എനർജി ലെവൽ. ഞാൻ പറയും വിവാഹ ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മുടെ വിരലുകളോട് ആദ്യത്തെ ഒരു വർഷം കൊണ്ട് എങ്ങനെയാണ് കണ്ടാലേ അറിയാം. റീസെൻ്റ്ലി മാരീഡ് ആണ്, എന്താ പ്രത്യേകത? റീസെൻ്റ്ലി മാരീഡ് പ്രത്യേകത ഇപ്പോൾ ഒരുമിച്ചിരിക്കാൻ ആഗ്രഹിക്കും. ഒരു വർഷമൊക്കെ കഴിയുമ്പോൾ ഏകദേശം ഇതുപോലെ ചെറിയൊരു ഗ്യാപ്പ്, 2 വർഷം കഴിയുമ്പോൾ കുറച്ചുകൂടി ഗ്യാപ്പോ, 3 വർഷം കഴിയുമ്പോൾ ഇത്രയും ഗ്യാപ്പോ, കുറച്ചേറെ പ്രായം കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മ ഒരു സ്ഥലത്തും അമ്മ വേറെ സ്ഥലത്തും ഉറങ്ങുന്ന ഒരു സിറ്റുവേഷൻ. എല്ലാത്തിനും ഒരു ഗ്യാപ്പ് ഉണ്ടാകും. ആ എനർജി ഇല്ല, പണ്ടത്തെ പോലത്തെ എനർജി ഇല്ല. എന്നായിരുന്നു നിങ്ങൾ ഒരുമിച്ച് ചേർന്നത്? ആ എനർജി ലെവലിലേക്ക് എല്ലാ കാലവും സൂക്ഷിച്ചു വയ്ക്കുന്ന ഞാൻ അടുത്തൊരു അപ്പച്ചനും അമ്മച്ചിയുണ്ട്. അമ്മച്ചിക്ക് 72 വയസ്സ്, അപ്പച്ചന് എനിക്ക് തോന്നുന്നത് ഏകദേശം 78 വയസ്സുണ്ട്. ഇവർ രണ്ടുപേരും തന്നെ അപ്പച്ചൻ അമ്മച്ചി വിളിക്കുന്നത് ചക്കരയെന്നും അപ്പച്ചൻ അമ്മച്ചി വിളിക്കുന്നത് മുത്തേന്നുമാണ്. ആടൊക്കെ വിളിക്കാൻ നാണക്കേടുണ്ട്. അവരുടെ എനർജി കാണാം, ഒരുമിച്ചിരിക്കില്ല, എവിടെ ചെന്നാൽ ഒരുമിച്ചിരിക്കുന്നത്. സ്നേഹം കുഞ്ഞുങ്ങൾ കണ്ടുപിടിക്കുകയാണ്. ഈ എനർജി നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് പകർന്നു. ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്ക് അറിയില്ല എന്താണ് ഒരു ഫാമിലി ലൈഫ് എന്നുള്ളത്. ഇപ്പം നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മുടെ കുടുംബത്തിൽ നിന്നാണ് അവർ പഠിക്കേണ്ട കാര്യം. ഇപ്പോൾ നമ്മൾ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ അടുത്ത് നിങ്ങൾ പരസ്പരം ഒരു ചുംബനം, ഭാര്യ ഭർത്താക്കന്മാർ നമ്മൾ ചെറിയ ചുംബനം കൊടുക്കുന്നത് നിങ്ങളുടെ മക്കൾ കണ്ടിട്ടുണ്ടോ? ഞാൻ പലപ്പോഴും കുഞ്ഞുങ്ങളെ ക്ലാസ്സിൽ ചോദിക്കുമ്പോൾ അവരവർ കണ്ടിട്ടുണ്ടോ? പക്ഷെ നിങ്ങൾ അപ്പോഴും അമ്മയും അവർ വഴക്കുണ്ടാക്കുന്ന കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. ഇഷ്ടം പോലെ ഭാഷ കാണേണ്ടത് എന്താണോ അത് നിങ്ങൾ കുഞ്ഞുങ്ങളെ കാണിക്കുക. സ്നേഹം പരസ്പരം എങ്ങനെയാണെന്നുള്ളത് കാണിക്കുന്നില്ല, മറിച്ച് എങ്ങനെയാണ് വഴക്കുണ്ടാക്കുന്നത് കാണിച്ചു കൊടുക്കുക. ഇപ്പോഴത്തെ ഒരു ജനറേഷൻ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഏകദേശം ഒരു ജെൻസി ടീമിനെ ഡീലിംഗ് നഴ്സിംഗിലൊക്കെ എൻ്റെ കൂടെ 70 നഴ്സുമാരുണ്ട്. ഇവരിൽ ഭൂരിഭാഗം ആൾക്കാർക്ക് കല്യാണം കഴിക്കണ്ട. അപ്പം ഞാൻ ചോദിച്ചു എന്തുകൊണ്ടത് കല്യാണം കഴിക്കേണ്ടത്? എന്തിനാണ് വേണം? സുഖമായിട്ട് ജീവിക്കാനുള്ള അവസരമാണ്. എന്തിനാണ് വെറുതെ ഒരാളെ കൂടെ കല്യാണം കഴിച്ച് ആ ആളുടെ കൂടെ ജോലി ചെയ്യാനായിട്ട് എനിക്കൊരു കാര്യമുണ്ടോ? ഇതുപോലെ അടിച്ചു പൊളിച്ച് ജീവിച്ചാൽ പോലെ എന്നാൽ നിങ്ങൾക്കൊരു അടുത്ത ജന്മം ഉണ്ടെങ്കിൽ എത്ര പേർക്ക് കല്യാണം കഴിക്കണം? 2 പേർക്ക് കല്യാണം കഴിച്ചാൽ മതി എന്നാണ്. ബാക്കി എല്ലാവരും കന്യാസ്ത്രീയാകുമ്പോഴാണ് ബാക്കിയുള്ളവരൊക്കെ സിദ്ധിയച്ഛൻ്റെ കൂടെ കൂടെ നോക്കി ഇവിടെ തന്നെ കെട്ടിവരുന്നു. എന്നെ പോലെ ആയിരിക്കും നല്ലത്. നമ്മുടെ
പണ്ടത്തെ ദേഹ്ലൂസിൻ്റെയും ഒരു എൻജൂസസിൻ്റെ അതിന് ഇതേ ക്വസ്റ്റ്യൻ ചോദിച്ചു, നിങ്ങളുടെ കൂട്ടത്തിൽ എത്ര പേർക്ക് കല്യാണം കഴിക്കണം? അപ്പോൾ അന്നുള്ള പെൺകുട്ടികളെല്ലാം കൈ മുക്കി, കല്യാണം കഴിക്കാത്ത ആൾക്കാരല്ലേ എങ്ങനെ കല്യാണം കഴിക്കണം? അപ്പോൾ അന്ന് തിന്മയും പറഞ്ഞ ഇതേ ചോദ്യം കല്യാണം കഴിച്ചോട്ട് ചോദിച്ചു ഒരാളോട് കല്യാണം കൈ മുഖത്തിരുന്നത് അല്ലേ? അപ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിനെ ദൈവമായിട്ട് ചേർത്ത് വെച്ച് കുഞ്ഞുങ്ങൾക്കൂടെ കാണിച്ചു കൊടുക്കുന്ന ഒരു സന്തോഷകരമായ ഒരു വികാരമാണെന്ന് മനസ്സിലാക്കാൻ മാത്രമേ കുഞ്ഞുങ്ങൾക്ക് കല്യാണം കഴിക്കാൻ ആഗ്രഹമുള്ളൂ. ഞാൻ എൻ്റെ എല്ലാവരോടും ചോദിക്കുക, എൻ്റെ വീട്ടിലെ അവസ്ഥ എനിക്കറിയാം. അവിടെ അടിയും ബഹളമാണ്. എന്തിനു വേണ്ടി ഞാൻ ആവശ്യമില്ലാത്ത ഒരാളെ വെച്ച് എനിക്ക് അടി കിട്ടാൻ വേണ്ടി ഞാൻ വെറുതെ കല്യാണം കഴിച്ച് ജീവിക്കുന്നു. എനിക്ക് ജോലിയുണ്ട്, സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റും. ഇതാണ് ഇപ്പോഴത്തെ ജനറേഷൻ ആറ്റിറ്റ്യൂഡ്. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ വരുന്നതുകൊണ്ട് നമ്മുടെ ഫാമിലിക്ക് കണ്ടിട്ടാണ്. നമ്മുടെ ഫാമിലി സന്തോഷമായിട്ട് കണ്ടാൽ ഓട്ടോമാറ്റിക്കലി ഉണ്ടെന്ന് തോന്നും. എൻ്റെ അപ്പനെ പോലെ ഒരു ഭർത്താവിനെ എനിക്ക് വേണം, എൻ്റെ അമ്മയെ പോലെ ഒരു ഭാര്യ എനിക്ക് വേണം, എൻ്റെ മക്കളെ പോലെ നല്ല മക്കളെ, നമ്മുടെ കുടുംബജീവിതത്തിലുള്ള സിബ്ലിങ്സിനെ പോലെ എനിക്ക് നല്ല മക്കളെ വേണം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുടുംബജീവിതത്തിൽ നിന്നാണ് ഈ എനർജി ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫോർ എനർജി, എഫ് ഫോർ ഇതൊരു റെസിപ്പിയാണ്. നമ്മളെല്ലാം ഭക്ഷണം ഉണ്ടാക്കുന്നവരാണല്ലേ. ഇപ്പോൾ നല്ലൊരു കുടുംബജീവിതത്തിൻ്റെ റെസിപ്പിയാണ് സ്നേഹം. 4 കപ്പ് സ്നേഹം, 2 കപ്പ് താഴ്മ, ഇഷ്ടംപോലെ വിശ്വാസം, 3 കപ്പ് കരുണ, 4 കപ്പ് അണ്ടർസ്റ്റാൻഡിങ്, 1 കപ്പ് ഫ്രണ്ട്ഷിപ്പ്, 5 സ്പൂണ് പ്രത്യാശ, 1 പിഞ്ച് ചിരി. ഇതൊക്കെ ബ്ലെൻഡ് ചെയ്ത് എല്ലാ ദിവസവും കൊടുത്താൽ നമ്മുടെ കുടുംബജീവിതങ്ങളും നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരുള്ള ബന്ധം ദൃഢമായി തീരുന്നതാണ്. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. എഫ് ഫോർ ഫൊർഗീവ്നെസ്, ക്ഷമിക്കാൻ പറ്റും. നമുക്കറിയാം അവിടെ എല്ലാവരും വലിയൊരു പ്രോബ്ലം ഉണ്ട്. ക്ഷമിക്കാനുള്ള പ്രയാസം എല്ലാവരും മനസ്സിലാക്കും. പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഒരു സൈക്കോളജി അനുസരിച്ച് ഞാൻ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ടാവും. ആ പ്രശ്നങ്ങളെ പറ്റി എല്ലാം അവർ ഉള്ളിൽ ഓർത്തോർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞൊരു വാക്കാണ്, ഞാനത് മറക്കാം, പക്ഷെ ഒരിക്കലും ക്ഷമിക്കില്ല. നിങ്ങളുടെ അമ്മ അല്ല എൻ്റെ അമ്മായിമ്മ എന്നോട് ഒരു കാര്യം പറഞ്ഞു, അത് ജീവിതത്തിൽ ഞാൻ മറക്കില്ല, പക്ഷെ ഞാൻ മറക്കും, പക്ഷെ ഞാൻ ക്ഷമിക്കില്ല. അപ്പോൾ നമുക്കൊരു ചിന്തയാണ്, നമ്മൾ ചില കാര്യങ്ങൾ ഒരിക്കലും ക്ഷമിക്കാൻ നമുക്ക് മനസ്സിലാവില്ല. ഇത് തന്നെ കുഞ്ഞുങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. പലപ്പോഴും അന്ന് ആദ്യത്തിലെ കല്യാണം കഴിച്ച ആദ്യ കാലഘട്ടങ്ങളിൽ ഫസ്റ്റില് ഒരു ഗിഫ്റ്റ് എനിക്ക് നിങ്ങൾ വാങ്ങി തന്നില്ല എന്നുള്ള പ്രശ്നം ഉണ്ടാകുന്നുള്ള കാര്യങ്ങൾ ഓർത്തിരിക്കും. പക്ഷെ ഇന്ന് രാവിലെ വെച്ച ഒരു ചീപ്പ് എവിടെയാണെന്നുള്ളത് ഓർമ്മയുണ്ടാവില്ല എന്ന് പറയാം. അപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിൽ ദൃഢമായിട്ട് ക്ഷമിക്കും. ഫൊർഗീവ്നെസ്, ക്ഷമിക്കാൻ പറ്റില്ല. വീടുകളിൽ മാത്രമല്ല, പള്ളികളിലാണെങ്കിലും ചില പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ക്ഷമിക്കാനേ പറ്റാത്ത ഒരു സിറ്റുവേഷനിൽ പോവാണ്. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, നമുക്ക് ഇനി എത്ര ആയുസുണ്ട്? ഒരു ഐഡിയ ഉണ്ടോ? എത്ര ആയുസുണ്ട്? എത്ര വരെ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നത്? ഒരു 100 വയസ്സ് വരെ എനിക്ക് ജീവിക്കണം എന്നുള്ള ചുമ്മാ ആഗ്രഹിക്കാനല്ല. 90 വയസ്സ് വരെ അത് കഴിഞ്ഞാൽ 100 കൂടുതൽ ജീവിക്കണമെന്നുള്ള ഇപ്പൊ 90 അല്ലേ? ഓക്കെ, 90 അത് ഭയങ്കര ബോണസാണ്. 80 വയസ്സ് വരെ ജീവിക്കുന്നത് 80 വയസ്സ് വരെ ജീവിക്കണം, ജീവിക്കും ഉറപ്പാണ്. 80 വയസ്സ് വരെ, ഓക്കെ. 70 വയസ്സ് വരെ ജീവിക്കണം, ഓക്കെ. 60 വയസ്സ് വരെ ജീവിക്കണം. 60 വയസ്സ് വരെ ആഗ്രഹമുള്ളൂ, 60 വയസ്സ് ആഗ്രഹമുള്ളൂ കഴിഞ്ഞു. പക്ഷെ ആഗ്രഹം ഓക്കെ, അതൊരാഗ്രഹമുള്ളായിരുന്നു. പക്ഷെ അതിന് കൂടുതൽ ബോണസ് തരുന്നുണ്ട്. താഴേക്ക് പോകാൻ പറ്റുമെന്ന് നമ്മൾ നോക്കി സംസാരിച്ചത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നോക്കാം, ഇപ്പോഴത്തെ ഒരു ആവറേജ് നമ്മുടെ ബൈബിളൊക്കെ പറയുന്നത് ഏറെയായ 80 വയസ്സ് നമ്മുടെ ആയുസ്സാണ്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് സ്പാൻ 60 വയസ്സ് വരെ. ഓക്കെ, പൊതുവെ പറയുന്നത് 60 വയസ്സ് വരെയാണ് എല്ലാ വയസ്സും, ബാക്കിയൊക്കെ ഇപ്പോൾ ബോണസ് ഒക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ 60 വയസ്സാണെങ്കിൽ ഒരു ദിവസം നിങ്ങൾ എത്ര മണിക്കൂർ ജീവിക്കുന്നു? 24 മണിക്കൂറുണ്ട് ഒരു ദിവസം. അതിൽ എത്ര മണിക്കൂർ നമ്മൾ ശരിക്കും ജീവിക്കുന്നു? കണക്ക് പറഞ്ഞില്ല. എത്ര മണിക്കൂർ നമ്മൾ ഉറങ്ങും? 6, 7, 8 മണിക്കൂർ ആവറേജ് ഓടിക്കും. 8 മണിക്കൂർ. എത്ര മണിക്കൂർ മൊബൈൽ ഫോണിലൊക്കെ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നു? 11 മണിക്കൂർ സ്പെൻഡ് ചെയ്യുന്നു. ഓക്കെ, നിങ്ങൾക്ക് എത്ര മണിക്കൂർ ഏകദേശം സ്പെൻഡ് ചെയ്യും? 7 മണിക്കൂർ. 2-3 മണിക്കൂർ സംസാരിക്കാനും ഫോണിൽ സംസാരിക്കാനും അല്ലെങ്കിൽ മൊബൈലിൽ വാട്സ്ആപ്പ് നോക്കാനും ഒക്കെ 3 മണിക്കൂർ. അപ്പോൾ നമ്മൾ 8+3 11 മണിക്കൂർ. നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുക, കുളിക്കുക, ബാക്കി
11+2 13 മണിക്കൂർ. അപ്പോൾ 24 മണിക്കൂറിൽ നിന്ന് 13 മണിക്കൂർ കുറച്ചാൽ ബാക്കി എത്രയാണ്? 11 മണിക്കൂറാണ് നമ്മൾ ജീവിക്കുന്നത്. ആ 11 മണിക്കൂർ ചിലപ്പോൾ നമ്മൾ ജോലി സ്ഥലങ്ങളിലായിരിക്കും, ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ആയിരിക്കും. പക്ഷേ 11 മണിക്കൂർ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഒരു ദിവസം നമ്മൾ ജീവിക്കുന്നുണ്ട്. അപ്പോൾ 11 ഇൻറ്റു 60 ഞാൻ പറഞ്ഞില്ലേ, 60 ഇൻറ്റു 365 ദിവസം. ഓക്കെ, 60 സോറി, നിങ്ങൾക്ക് ഇപ്പം 40 വയസ്സാണെങ്കിൽ 60 ആണെങ്കിൽ 20 വർഷം കൂടി വരും. അപ്പം 365 ഇൻറ്റു 20 ഇൻറ്റു 11 മണിക്കൂർ കൂട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഏകദേശം 40 വയസ്സുള്ള വ്യക്തിയുടെ ആയുസ് എന്ന് പറയുന്നത് 6325 ദിവസങ്ങൾ മാത്രമേ. ഞാൻ 40 വയസ്സിൻ്റെ പറയാം. 60 വയസ്സിൻ്റെ ആൾക്കാർക്ക് 80 കൂട്ടിയാൽ 60 കൂടി കഴിഞ്ഞാൽ -20 നോക്കുമ്പോൾ ഏകദേശം 3000 ദിവസങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ആലോചിച്ച് കുറച്ച് കാലം മാത്രമേ നമ്മൾ ഈ ലോകത്തുള്ളൂ. ഇന്നുകൊണ്ട് എല്ലാവരും കണക്കൂട്ടി നോക്കണം എത്ര ആയുസുണ്ടോ. 60 എത്താതെ പറയാം, 60-70 നമ്മൾ എക്സ്പെക്ട് ചെയ്യാറുണ്ട്. കുറച്ച് മണിക്കൂറും കുറച്ച് ദിവസങ്ങളും മാത്രം നമ്മുടെ ജീവിതത്തിൽ ആയുസുള്ളൂ. ഇതൊരു എക്സ്പെക്ടേഷനാണ്. 60 വയസ്സ് ജീവിച്ചാൽ അതിന് മുമ്പ് നമുക്ക് എപ്പോഴും പോകാം. അപ്പം ഈ സമയത്ത് ഈ കാലയളവിൽ നമുക്ക് വഴക്കുണ്ടാക്കാൻ സമയമുണ്ട്. വഴക്കുണ്ടാക്കാൻ സമയമില്ല. ആക്ച്വലി നമുക്ക് ഇയാളെ നാശം കാണുന്നുണ്ടാവില്ല. ഇപ്പം എനിക്കിപ്പോൾ ഒരു 20 വർഷം കൂടെ ആയുസ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ എന്നേക്കാൾ മൂത്തൊരാൾക്ക് ഞാൻ ചിന്തിക്കുന്ന ഒരു ഏകദേശം ഒരു 2000 കൂടെ ആയുസ് ഉണ്ട്, 2000 ദിവസം കൂടെ ആയുസ് ഉണ്ട്. അപ്പോൾ ആ വ്യക്തിനെ ഞാൻ വെറുതെ വഴക്കുണ്ടാക്കേണ്ട ആവശ്യമില്ല. ഞാൻ ചിന്തിക്കുമോ എന്നെക്കാൾ ആയുസ് കുറവുള്ള ഒരാളാണ് വഴക്കുണ്ടാക്കുന്നത്, ആ ആളോട് ഞാൻ വെറുതെ വഴക്കുണ്ടാക്കിയിട്ട് കാര്യമില്ല. ഇന്നത്തെ നല്ലൊരു ടിപ്പാണ്. ഭർത്താക്കന്മാർ വഴക്കുണ്ടാക്കുമ്പോൾ ഇനി കുറച്ച് ആയുസുള്ള ആളോട് ഞാൻ എന്ത് വഴക്കുണ്ടാക്കാൻ ചിന്തിക്കുന്ന ചിന്തയും തിരിച്ച് ഭാര്യയോട് ഇവരുടെ ആയുസ് കുറച്ച് നാളേ ഉള്ളൂ, അത് ഇംഗ്ലീഷ് എനിക്കാൻ ചിന്തിക്കപ്പെടും. ഇടവകയിലും നമ്മുടെ കൂട്ടുകാരടയ്ക്കും ഈ വ്യക്തി എത്ര കാലം എന്നോട് ഉണ്ടാവും. നമ്മുടെ പേരൻസ് എത്രമാത്രം കുറച്ച് കാലയളവിൽ നമ്മളോട് ഉണ്ടാവും. മരിച്ചു കഴിഞ്ഞിട്ട് അയ്യോ ഞാൻ ഒരുപാട് സ്നേഹിച്ചിരുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു അറിയില്ല. ഈ സമയത്ത് ഈ ഒരു കുഞ്ഞു കാലയളവിൽ മാത്രമേ നമ്മൾ ജീവിക്കുമ്പോൾ ഏറ്റവും സന്തോഷമായിട്ട് മറ്റുള്ളവർ ക്ഷമിക്കുവാനും സ്നേഹിക്കാനും പറ്റുന്ന ഒരു ജീവിതം നമുക്കുണ്ടാവും. G for giving. Love is life and if miss love, you miss life. സ്നേഹം എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നതായി പലപ്പോഴും പ്രശ്നം കുടുംബജീവിതത്തിൽ സ്നേഹം എക്സ്പ്രസ് ചെയ്യാൻ അറിയത്തില്ല. സ്നേഹം എക്സ്പ്രസ് ചെയ്ത് ഈ പ്രീപ്രൈമറി കൗൺസിലിംഗ് തന്നെ പിള്ളേർക്ക് ചോദിക്കും സ്നേഹം എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. അവരാരും പൊതുവെയുള്ള ഭാഷയിൽ നിശബ്ദമായിട്ട് എഴുതിയിട്ടുണ്ട്. സ്നേഹം എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഒരു കുഞ്ഞിനെ കണ്ടു കഴിഞ്ഞാൽ അവരോടെ കണ്ട് സ്നേഹം എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ചുംബനം ഒന്ന് കെട്ടിപ്പിടിക്കുക അല്ലേ. ചൈൽഡ് സൈക്കോളജി പറയുന്നത് ഒരു കുട്ടിക്ക് പ്രത്യേകിച്ച് 5 വയസ്സുള്ള കുഞ്ഞിന് സ്നേഹം അവന് മനസ്സിലാവണമെങ്കിൽ ഒരു ദിവസത്തിൽ അവന് 10 പ്രാവശ്യം ഹഗ് ചെയ്യണം, കെട്ടിപ്പിടിക്കണമെന്ന്, ഒരു 15 പ്രാവശ്യം അവന് ചുംബിക്കണമെന്ന് പറയും. എങ്കിൽ മാത്രമേ അവരുടെ സ്നേഹം മനസ്സിലാവൂ. ഒരു 5 വയസ്സുകാരൻ അത്രയാണെങ്കിൽ പ്രായമാണ് നമ്മളോട് സ്നേഹം എക്സ്പ്രസ് ചെയ്യുന്നത് എത്ര അധികമായിരിക്കും. അപ്പോൾ സ്നേഹം കൊടുക്കാൻ പറ്റും. അപ്പനായിക്കോട്ടെ, അമ്മയായിക്കോട്ടെ, ഭാര്യ ആയിക്കോട്ടെ, മക്കളായിക്കോട്ടെ. ഈ കുഞ്ഞുങ്ങളോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം, രാത്രിയിൽ ഉറങ്ങുന്ന സമയത്ത് അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സംഭവമാണ്. ഉറങ്ങുന്ന സമയത്ത് നമ്മൾ അപ്പനോ അമ്മയോ വന്നവരെ പുതപ്പിച്ച് കിടത്തി ഒരു ഉമ്മയൊക്കെ കൊടുത്ത് പോകുന്ന നമുക്ക് ഭയങ്കര സന്തോഷം തരും. കാരണം അവർക്കറിയാം ഞങ്ങൾ ഉറങ്ങി ചിന്തിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ അവരെ അറിയിക്കാതെ ചെയ്യുകയാണ്. നമ്മൾ സ്നേഹം എക്സ്പ്രസ് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ അവർക്കെന്തോ നഷ്ടമായി പോകുകയായിട്ട് നമ്മളെ പതുങ്ങി പോയി ചെയ്യും. പക്ഷെ അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള സംഭവമാണ്. സ്നേഹം എക്സ്പ്രസ് ചെയ്യാൻ പറ്റണം, കൊടുക്കാൻ പറ്റും. ഭാര്യമാരോട് സ്നേഹം എക്സ്പ്രസ് ചെയ്യാൻ പറ്റണം, ഭർത്താവിനോട് സ്നേഹം എക്സ്പ്രസ് ചെയ്യാൻ പറ്റണം, മക്കളോട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റണം. അത് വാക്കിലായിക്കോട്ടെ, നിങ്ങളുടെ പ്രവൃത്തിയിലൂടെ ആയിക്കോട്ടെ. ചെറിയൊരു കുഞ്ഞു സമ്മാനമായിരിക്കാം, അത് ചെറിയൊരു വാക്കായിരിക്കാം. ഇന്ന് ഒരു സാരി എടുത്ത് ഇറങ്ങുമ്പോഴത്തേക്കും ഭാര്യയുടെ ഭർത്താവ് അങ്ങനെ തന്നെ കാണാൻ സുന്ദരിയായിട്ടുണ്ട്. അതൊരു സ്നേഹമാണ്, ഇഷ്ടമാണ്. തിരിച്ച് ഇന്ന് അടിപൊളി ഷർട്ടായിട്ട് നല്ല ഭംഗിയായിട്ട് കാണാൻ പറയാറുണ്ട്. സ്വന്തം ഭർത്താവിനെ പറയില്ല, അപ്പുറത്തെ വീട്ടിലെ അല്ലെങ്കിൽ വേറെ ചേട്ടൻ വന്നത് ഇന്നത്തെ ഡ്രസ്സ് നല്ല അടിപൊളിയായിട്ടോ എന്ന് അവരെല്ലാം പറയും. ആണുങ്ങളാണെങ്കിലും വേറൊരു സ്ത്രീ ഇട്ടിരിക്കുന്ന സാരി പോലെ മാല ഉണ്ടാവുക അടിപൊളി മാലയാണ്, സ്വന്തം ഭാര്യയുടെ മാല കണ്ടിട്ട് പോകില്ല. അപ്പോൾ സ്നേഹങ്ങൾ നമ്മൾ ഈ പറഞ്ഞ സ്നേഹം എക്സ്പ്രസ് ചെയ്യാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ പറയും. മരിച്ചു കഴിഞ്ഞ സ്നേഹം എക്സ്പ്രസ് ചെയ്യുന്നത് ഈ ജീവിതത്തിൽ മക്കളോടാണെങ്കിലും നമ്മുടെ സഹപാഠികളോടൊക്കെ അല്ല നമ്മുടെ സഹപ്രവർത്തകരോടൊക്കെ ഒരുപോലെ സ്നേഹം നമുക്ക് പ്രകടിപ്പിക്കാൻ പറ്റും. അച്ഛനോട് സ്നേഹം പ്രകടിപ്പിക്കാൻ പറ്റും. എങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും? അച്ഛന്മാരോടാണ് സ്നേഹം എക്സ്പ്രസ് ചെയ്യുന്നത്.
ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ സ്നേഹം എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. വേറെ നല്ല ഭക്ഷണം ഉണ്ടായപ്പോൾ സ്നേഹം എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഭാര്യമാർക്ക് ഭർത്താക്കന്മാരോട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും സ്നേഹം. നല്ല ഭക്ഷണം ഉണ്ടായപ്പോൾ അപ്പം ഏത് രീതിയിലാണ് ആ സ്നേഹം മനസ്സിലാക്കുന്ന രീതിയിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. H4 ഹാബിറ്റ്സ്. നമുക്ക് പല സ്വഭാവങ്ങളുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു സ്വഭാവം പറയാം. ഗുഡ് ഹാബിറ്റ്സ് ഇഷ്ടമില്ലാത്ത സ്വഭാവം, ബാഡ് ഹാബിറ്റ്സ് ഇഷ്ടമില്ലാത്തത്. സാറേ ഇഷ്ടമില്ലാത്ത സ്വഭാവം, സാറിന് ഇഷ്ടമില്ലാത്ത സ്വഭാവം ഇഷ്ടമില്ല, ഒന്നും ഇഷ്ടമില്ലാത്തതാണ്. ശരി, വേറെ ഇഷ്ടമില്ലാത്തൊരു സ്വഭാവം അതന്നെ സെയിം ഇവിടെ സെയിം വെച്ചാണ് പോലെയാണ് ഒന്ന് ശരിപോലെ. ഓക്കെ, എനിക്ക് ഇഷ്ടമില്ലാത്തൊരു സ്വഭാവം സ്വന്തം സ്വഭാവം ചോദിക്കാൻ ആർക്കും ഇഷ്ടമില്ലാത്ത മറ്റുള്ളവരെയാണ് പറയുന്നത്. ഇഷ്ടമില്ല. മോക്ക് ഇഷ്ടമില്ലാത്ത സ്വഭാവം മോളെ പറ്റി ഈ പഠിക്കുന്നതാണ് മോക്ക് ഇഷ്ടമില്ലാത്ത സ്വഭാവം. അപ്പൊ നമുക്ക് ചില ഇഷ്ടമില്ലാത്ത സ്വഭാവങ്ങൾ, ഇഷ്ടമില്ലാത്ത ഹാബിറ്റ്സ് ഉണ്ട്. അപ്പൊ നിങ്ങൾ മോളെ വെള്ളം അടിക്കുക, സിഗരറ്റ് വലിക്കുക, അല്ലേ? നിങ്ങളുടെ ഈ കാറ്റഗറിയിൽ എന്റെ ഭർത്താവ് വെള്ളം അടിക്കുന്നതിൽ കുഴപ്പമില്ല എന്നുള്ള ഭാര്യകൾ കൈവരിക്കുക. നല്ല ഭാര്യയുടെ ഭർത്താവിനെ കിട്ടണമെങ്കിൽ ബുധനാഴ്ച ദിവസം. ഇതൊക്കെ ഒരു ടെസ്റ്റ് മണിയാണ്, എല്ലാവരും പറഞ്ഞ ടെസ്റ്റ് മണിയാണ്. ആ കാലഘട്ടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സിനിമ ഉണ്ടായിരുന്നു ബോബി ഡിയോൾ. ഫിലിം സ്റ്റാർ ബോബി ഡിയോളിനെ കുറച്ച് അറിയാം, ബോളിവുഡ് താരമാണ്. ഈ ബോബി ഡിയോളിന്റെ പ്രത്യേകത, ബോബി എന്നുള്ള പേര് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ബോബി ഡിയോളിന് ഭയങ്കര ഹൈറ്റ് ഉണ്ട്, ബോബി ഡിയോൾ നല്ല പാട്ടുകാരനാണ്. ഈ മൂന്ന് കാര്യങ്ങളാണ് എനിക്ക് ഇഷ്ടമുണ്ടായത്. അപ്പൊ തിരുവേനി എന്ന് പറഞ്ഞത് തിരുവേനി അച്ഛനാണ്, MC ചെറിയ അച്ഛനാണ്. അന്ന് അച്ഛൻ പറഞ്ഞു, നിങ്ങൾക്ക് ആരെ പറ്റിയാണോ നിങ്ങളുടെ ഭാവിയിൽ ഒരാളെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് വേണ്ടി ആ വ്യക്തിയുടെ പേരോ ക്യാരക്ടറിസ്റ്റിക്സോ ഒക്കെ വെച്ച് എല്ലാ ബുധനാഴ്ചയും ഉപവസിക്കണം. വെള്ളിയാഴ്ച ഉപവസിച്ച് തന്നെ മക്കളെ കിട്ടും. അതുകൊണ്ട് ബുധനും വെള്ളി മക്കളെ നിങ്ങളെല്ലാം ഉപവസിക്കണമെന്നാണ്. ഞാൻ അന്ന് കുറച്ച് ചലഞ്ചായിട്ട് എടുത്തത്. ആ 11ാം ക്ലാസ് തൊട്ട് ഞാൻ ബുധനും വെള്ളിയും ഉപവസിക്കുന്നത്. ആദ്യമായിട്ട് എന്നെ പെണ്ണ് കാണാൻ വന്നത് ബോബി ഡിയോളല്ല, ബോബി പീറ്ററാണ്. അച്ഛനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അച്ഛന് നല്ല ഹൈറ്റ് ഉണ്ട്, അച്ഛന് നല്ല പാട്ടുകാരനാണ്. ഞാൻ ആഗ്രഹിച്ച എല്ലാ അടുത്ത എല്ലാ ക്യാരക്ടറിസ്റ്റിക്സും ദൈവം കൊണ്ടുതന്നതിന് എപ്പോഴും വിശ്വസിക്കുന്നത് ആ ഉപവസിച്ച് പ്രാർത്ഥിച്ചപ്പോൾ തന്നെയാണ്. വളരെ മുഖത്ത് ഒരു വൈക്ലഭ്യം ഞാൻ കാണുന്നുണ്ട്. അന്ന് ഉപവസിക്കാത്തതുകൊണ്ടാണല്ലോ എനിക്ക് പ്രശ്നം ഉണ്ടായത് ചിന്തകളെല്ലാം മനസ്സിലാക്കുന്നില്ല. പക്ഷേ സമയം പോയിട്ടില്ല, ഇനിയും ഉപവസിക്കുക. നമ്മുടെ ഭർത്താവ് നന്നാവാനും നമ്മുടെ ഭാര്യ നന്നാവാനും നമ്മുടെ മക്കളെ കിട്ടിയെങ്കിലും മക്കൾ നന്നാവാനും വെള്ളിയാഴ്ച ഉപവസിച്ചോ, ഭർത്താവിന് വേണ്ടി ഭാര്യയ്ക്ക് വേണ്ടി ബുധനാഴ്ച ഉപവസിച്ചോ. മിറക്കിൾസ് നിങ്ങളുടെ ലൈഫിൽ കാണും. സത്യമാണ്, ഞാൻ പള്ളിയിൽ നിന്ന് പറയുന്നത് സത്യമായ ഒരു കാര്യമാണ്. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമായിരിക്കും. മക്കളോടും പറഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം MGOS ക്യാമ്പിൽ പോയപ്പോൾ ഞാൻ പറഞ്ഞു, അന്ന് അവിടുത്തെ അച്ഛൻ വിവേകച്ചൻ എന്ന് പറഞ്ഞ കൊച്ചമേ ഈ ക്ലാസ്സിന് ശേഷം അവിടെ ഉണ്ടായിരുന്ന ഭൂരിഭാഗം പിള്ളേർ പ്രതിജ്ഞ ചെയ്തേക്കുന്ന ബുധനാഴ്ച എന്താണ് ഉപവസിക്കുന്നത്. അത് മിറക്കിളാണ്. ജീവിതത്തിൽ നിങ്ങൾക്ക് അങ്ങനത്തെ പ്രയാസങ്ങൾ പ്രതിസന്ധികളുണ്ടെങ്കിൽ, ഇവിടെ കല്യാണം നടക്കാതിരിക്കുന്ന മക്കളുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ അവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചു. ആ മക്കളും ഇതുപോലെ ബുധനും വേണ്ടി കുറിച്ച് പ്രാർത്ഥിച്ചു. ഉറപ്പായിട്ടും അതിനുള്ള പിന്നീട് നല്ല ഹാബിറ്റാണ് കൈത്ത് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ ദശാംശം കൊടുക്കുക. എത്ര ദശാംശം എന്ന് പറഞ്ഞാൽ 10 ഇപ്പൊ നമുക്ക് 1000 രൂപ ഉണ്ടെങ്കിൽ 100 രൂപ ദശാംശമായിട്ട് കൊടുക്കും. പൈസ മാത്രമല്ല, നമ്മുടെ സമയം അല്ലെ, നമ്മുടെ ജീവിതത്തിൽ കുറച്ച് സമയം. ഇപ്പം നമ്മൾ പറഞ്ഞ 6000 സംതിങ് മണിക്കൂറെ നമുക്ക് കൊടുക്കും. അതിൽ 10% പറയുമ്പോൾ 600 അല്ല 6500 എന്ന് പറഞ്ഞാൽ 10% 650. അപ്പൊ 650 മണിക്കൂർ ആർക്ക് കൊടുക്കേണ്ടതാണ്? ദൈവത്തിന് കൊടുക്കട്ടെ. അപ്പൊ നമ്മളിനി പള്ളിയിൽ സ്ഥിരമായിട്ട് വന്നില്ലെങ്കിൽ ആ മണിക്കൂർ തെറ്റിയോ? ഓരോ കാര്യങ്ങളും ദശാംശം കൊടുക്കാനായിട്ട് നമുക്ക് പറ്റണം. ചെറിയ ദശാംശം കൊടുക്കട്ടെ. നിങ്ങൾക്ക് കിട്ടുന്ന പൈസ മാറ്റി വെച്ചിരിക്കും. അവിടെയും നിങ്ങൾക്ക് അത്ഭുതങ്ങൾ കാണാൻ പറ്റും. ഇപ്പൊ നിങ്ങളത് മാറ്റി വെച്ച് ചില കുടുംബത്തിൽ കാണാൻ പറ്റുന്ന അവരുടെ അക്കൗണ്ട് തന്നെയുണ്ട്, ദശാംശത്തിന്റെ അക്കൗണ്ട്. ആ പൈസ വെച്ചാണ് പള്ളിയിൽ പലപ്പോഴും പല കാര്യങ്ങൾ കൊടുക്കുന്നത്, അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്നത്. ആ കൊടുക്കുന്ന ഒരു ഗുണമുണ്ട്. എന്താ പറയുക, കൊടുക്കുന്നതുകൊണ്ടറിയാം എന്താണ് ആ ഗുണം. സന്തോഷം കൊണ്ടുവയ്ക്കും. അറ്റ് ദ സെയിം ടൈം ഇരട്ടിയാണ്. നമ്മൾ പിശുക്കി വെച്ചാൽ ആ പൈസ എവിടെ കൊടുക്കേണ്ടി വരും അറിയാം. ദശാംശം കൊടുക്കാതെ കയ്യിൽ വെച്ചാൽ എവിടെ കൊടുക്കേണ്ടി വരും? ഹോസ്പിറ്റലിൽ വന്നോണ്ടിരിക്കുക. ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ ഇഷ്ടംപോലെ വന്നോണ്ടിരിക്കുക. ദശാംശം കൊടുത്തില്ലേ രോഗങ്ങളായിട്ടോ
മറ്റുള്ള ഏതെങ്കിലും രീതിയിലുള്ള കാര്യമായിട്ട് നമ്മൾ ആ പൈസ കൊടുക്കും. ദശാംശം കൊടുത്തു നോക്കി ഇരട്ടി. സമയമായിക്കോട്ടെ, നിങ്ങളുടെ പ്രവൃത്തികളായിക്കോട്ടെ, നിങ്ങളുടെ സമ്പാദ്യമായിക്കോട്ടെ, ദശാംശം കൊടുക്കാൻ പറ്റണം. ദൈവികമായ കാര്യം അങ്ങനെ കൊടുക്കുന്നവർ പറയുന്നുണ്ടോ, നമ്മളൊക്കെ കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർക്ക് സന്തോഷമാണ്. അവർ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ ഇന്ന് മനസ്സുകൊണ്ടുള്ള ഒരു അനുഗ്രഹം നമുക്ക് കിട്ടും. അത് നമ്മുടെ തലമുറകളിലേക്ക് പോകും. നല്ല ഹാബിറ്റ്സ് ഒന്ന് വളർത്തിയെടുക്കുക. മോശമായ എന്ത് ഹാബിറ്റ്സ് ഉണ്ടെങ്കിൽ കഴിയുന്നതിന് സമയമായി ദൈവത്തിൻ്റെ അടുത്തേക്ക് എത്തണമെങ്കിൽ കുറച്ച് സമയമുള്ളൂ, കുറച്ച് പാതയുള്ളൂ. ആ സമയത്ത് നമ്മൾ ഏറ്റവും ബെസ്റ്റ് ആവാനായിട്ട് നല്ല ഹാബിറ്റ്സ് വളർത്തിയെടുക്കുന്നത്. ഐ ഫോർ ഇൻറ്റിഗ്രിറ്റി. ഇൻറ്റിഗ്രിറ്റി എന്ന് പറഞ്ഞാൽ ഒരു വാക്ക് പറഞ്ഞാൽ അല്ലെങ്കിൽ നമുക്ക് വാക്ക് പാലിക്കുന്നത് ഇൻസ്പിറേഷനാണ്. നമുക്ക് മറ്റുള്ളൊരു ഇൻസ്പിറേഷനായി മാറും. പലപ്പോഴും കേൾക്കുന്നൊരു കാര്യമാണ്, മക്കളോട് ചോദിക്കും, പേരൻസ് ചോദിക്കും, ഒരു മാർക്കൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ എത്ര മാർക്കുണ്ട് ചോദിക്കുമ്പോൾ അവർ മാർക്ക് പറയും. ഓക്കെ, അടുത്ത മാർക്ക് കഴിയുമ്പോൾ ചോദിക്കും, അല്ല അടുത്ത ചോദ്യം ചോദിക്കുന്നില്ല, അതിൻ്റെ ആ ഫ്രണ്ടിന് എത്ര മാർക്കുണ്ട്, അല്ല അപ്പുറത്തെ വീട്ടിലൊരാൾക്ക് എത്ര മാർക്കുണ്ട്. നിങ്ങൾക്ക് വേണ്ടിയില്ലേ, നീ ആ ജോസേട്ടൻ്റെ മോനെ ചോദിക്കും, അവനെ പോലെ നീ പഠിക്കണം. നമ്മൾ പറയുന്നത് പലപ്പോഴും നമ്മൾ കമ്പാരിസൺ ചെയ്യണം. അവർക്ക് നമ്മളെ നോക്കി പഠിക്കാനുള്ള അവസരം പറ്റാറുണ്ട്. പല കുഞ്ഞുങ്ങൾക്കും ഉണ്ടാകുന്ന ഒരു വലിയ ട്രോമയാണ് പേരൻസ് കമ്പയർ ചെയ്യുന്ന പറയുന്നത്. എന്നാൽ നമ്മളെ ഒരു ഇൻസ്പിറേഷനായിട്ട് കാണിച്ചിട്ടുണ്ടോ എപ്പോഴേക്കും? ഒരു പലപ്പോഴും നിങ്ങളുടെയൊക്കെ എനിക്കറിയില്ല, SSLC +2 മാർക്കൊക്കെ പിള്ളേർ കണ്ടു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ പഠിക്കാനൊക്കെ സാധ്യതയില്ല. നിങ്ങളുടെ അവസ്ഥ ഇതല്ല, വേണ്ടിയിട്ട് ഞങ്ങളെ പഠിപ്പിക്കണം വയ്ക്കും. ചില കുഞ്ഞുങ്ങളോട് പറയാറുണ്ട്, ഈ പേരൻസ് എപ്പോഴും കമ്പയർ ചെയ്യുന്നു, നിങ്ങൾ അവരെ പോലെയാണ് ഇവരെ പോലെയാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എപ്പോഴും ചിന്തിക്കണം, ടാങ്കിലുള്ളത് മാത്രമേ പൈപ്പിൽ വരൂ. അത് വെറുതെ കേട്ടല്ലേ ரொம்ப പ്രശ്നം. അതുകൊണ്ട് നമ്മൾ അവരോട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എന്തായാലും സിറ്റുവേഷൻ നമ്മൾ ഇൻസ്പിറേഷനാണ്, മറ്റുള്ളവർക്ക് ഇൻസ്പിറേഷൻ ആവുന്ന ഒരു സിറ്റുവേഷൻ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. ജെഫോ ജോസ്, തമാശകൾ ആവശ്യമാണ്. ഇപ്പൊ ജീവിതത്തിൽ കുടുംബജീവിതത്തിൽ ഇല്ലാത്ത കുറെ കാര്യങ്ങളാണ്. തമാശകളില്ല, ബന്ധങ്ങളില്ല, സംസാരങ്ങളില്ല. എല്ലാവർക്കും ഇച്ചിരി സമയം കിട്ടിയാൽ എല്ലാവരും മൊബൈലിലേക്ക് പോകണം. പണ്ടത്തെ കാലത്ത് ഒരു വലിയ അനുഗ്രഹമായിരുന്നു കറണ്ട് കിട്ടി. എന്തായിരുന്നു അനുഗ്രഹത്തിനുണ്ടാവും? കറണ്ടിട്ടുണ്ടാവുമ്പോൾ ഒരു മെഴുതിരിയൊക്കെ ഉണ്ടാവും. അപ്പം ആ മെഴുതിരിടത്തേക്ക് ചുറ്റും എല്ലാവരും വന്നിരിക്കും, മെഴുതിരിക്ക് തൊട്ട് കളിക്കും, കുറെ തമാശകൾ സംസാരിക്കും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പം കറണ്ടും ഇല്ല, പെട്ടെന്ന് ഇൻവേർട്ടറിൻ്റെ അകത്തെ സിറ്റുവേഷൻ പോയിരുന്നു ജീവിതത്തിൽ. ചില തമാശകൾ പറയാനും ചേർന്ന് ചിരിക്കാനും ഒക്കെ അവസരങ്ങൾ കണ്ടെത്തും. നമ്മുടെ വീട്ടിലായിക്കോട്ടെ, നമ്മുടെ പള്ളിയിലായിക്കോട്ടെ, നമ്മുടെ ചുറ്റുപാടുള്ള ആൾക്കാരായിരിക്കും. ഒരു സന്തോഷം കൊടുക്കാൻ മറ്റുള്ളവർക്ക് നമ്മൾ അടുത്ത് വരുമ്പോൾ ഒരു സന്തോഷം കൊടുക്കാൻ പറ്റുന്ന ആൾക്കാരായി മാറും. കെയർഫുൾ കിസ്സിംഗ് ഞാൻ പറഞ്ഞു, ഓൾറെഡി സംസാരിച്ചാണ്. ഒരു സൈലന്റ് എക്സ്പ്രഷൻ ഓഫ് ലവ്. സ്നേഹം പ്രകടിപ്പിക്കാൻ കുഞ്ഞുങ്ങളോടാണെങ്കിലും സ്വന്തം കൂടെയുള്ളവരോടാണെങ്കിലും സ്നേഹം എക്സ്പ്രസ് ചെയ്യാനായിട്ട് പറ്റുക. അതൊരു വല്ലാത്തൊരു വികാരമാണ്. ഞാൻ എൻ്റെ സ്വന്തം നാട്